ഹായ്, എൻ്റെ പേര് ജിക്സി ജോർജ്. മാക്കയ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂരിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ബാക്ക് പെയിനെ പറ്റിയാണ്. ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. പലരും വന്നു പറയും, എനിക്ക് നടുവിന് വേദനയാണ്, അതുപോലെ കാലിലേക്ക് വല്ലാതെ വേദന ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ. ഇത്തരത്തിൽ നടുവേദന കാലിലേക്ക് ഇറങ്ങുന്നതിനെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഡിസ്കുകളുണ്ട്. നമ്മുടെ നട്ടലിൻ്റെ ഓരോ ബോൺസിൻ്റെയും ഇടയിൽ ഡിസ്കുകളുണ്ട്. ഇതൊരു കോയിൻ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്ക് നമ്മളെന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റ് എടുത്ത് പൊന്തിക്കുകയോ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് നിൽക്കുകയോ അങ്ങനെ ബോഡിക്ക് നട്ടലിന് സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിസ്ക് പതുക്കെ പുറത്തേക്ക് തള്ളി വരും. ഇത് നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകളിൽ പോയിട്ട് ഒരച്ചിൽ സംഭവിക്കും. ഈ റബ്ബ് വരുന്നതാണ് കാലിലേക്ക് വേദന, അതുപോലെ കഴപ്പ്, കാല് തരിപ്പ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അങ്ങനെ സയാറ്റിക്ക എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ബാക്ക് പെയിൻ അതിനോട് അനുബന്ധിച്ച് റേഡിയേറ്റിംഗ് പെയിൻ കാലിലേക്ക് വരും. അതുപോലെ ഇപ്പോൾ കഴുത്തിനാണ് ഡിസ്ക് ബൾജ് വന്നിട്ടുള്ളത്, കഴുത്തിനുള്ള ഡിസ്കിനാണ് ബൾജ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കയ്യിലേക്ക് തരിപ്പും വേദനയും വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പ്രോപ്പറായിട്ട് അസസ്മെൻ്റ് എടുത്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കാം. ചെറിയ ചെറിയ എക്സസൈസുകളുടെ പെയിൻ മൊഡാലിറ്റീസ് വെച്ചിട്ട് വേദന കുറയ്ക്കുകയും അതുപോലെ MFR, ഡ്രൈ നീഡ്ലിംഗ് തുടങ്ങിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മസിൽസിൽ വന്നിട്ടുള്ള സ്റ്റിഫ്നെസ് റിലീസ് ചെയ്യാനും അതുപോലെ പെയിൻ കുറയ്ക്കാനും സാധിക്കും. പിന്നെ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകളും സ്ട്രെങ്തനിങ് എക്സസൈസുകളിലൂടെയും നിങ്ങളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കാനും അതുപോലെ ടൈറ്റായിട്ടുള്ള മസിൽ നമ്മൾ ട്രിക്ക് മൂവ്മെൻറ്റ്സ്, നമുക്ക് ഇത്തരത്തിലുള്ള ബോഡി പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രിക്ക് മൂവ്മെൻറ്റ്സ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ട്രിക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ മസിൽ സ്റ്റിഫ്നെസ് വരാൻ സാധ്യതയുണ്ട്. അതിന് സ്ട്രെച്ചിങ് എക്സസൈസുകളിലൂടെ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമോശം എന്ന് പറയുന്നത് വേദന വരുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യും. വേദന ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശിക്കുന്ന പ്രകാരം എക്സസൈസുകൾ ചെയ്യും. അത് കഴിഞ്ഞ് വേദന ഒന്ന് മാറിക്കഴിഞ്ഞാൽ പലരും ഈ എക്സസൈസുകൾ നിർത്തും. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ റെഗുലറായിട്ട്, അതായത് ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോയി എക്സസൈസുകളിലൂടെ പോകണം. ഒരു അരമണിക്കൂർ സമയം നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് സെഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്നല്ല, ഒരു 80% നമുക്ക് ഈ പെയിൻ കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.